ഫോൺ എല്ലാണോ EMI ഇട്ട് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഗുണമാ. iPhone 50,000, വാച്ച് 3000, സ്റ്റാർ സ്വർണ്ണമല്ല. ഓഹ്, കളക്ഷൻ പോരാ. ഇതൊരു സൗണ്ട്, ആരോ നടക്കുന്ന സൗണ്ടാണല്ല. കള്ളന്മാരുടെ വീട്ടിൽ കക്കാൻ കയറുന്നു. അവളെന്തോ ഇവിടെ? അവിടെയൊക്കെ വളർന്നു. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? കാണുന്നുമില്ലല്ലോ. പോലീസ് വല്ലതും പൊക്കിയോ? ആ വരുന്നു. ഓ, കൊച്ചോണ്ട് നിക്കാതെ ഇങ്ങോട്ട് കേറി വാടാ. നീ എന്താ താമസേ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞ്? അത് ഫോൺ സൈലന്റ് ആയിരുന്നടാ. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി വെച്ചിട്ടല്ലേ വരാൻ പറ്റൂ. ബുക്കും കാണുന്നില്ലല്ലോ. അല്ല, ചുമ്മാ ഇങ്ങനെ വരാൻ പറ്റത്തില്ലോ. നീ ആ ബുക്കിംഗ് എടുത്തേ. നീ പ്ലാൻ പറ. 2 നില വീടാ. അടുക്കള ഭാഗത്ത് നിന്ന് വലിഞ്ഞേറിയ മുകളിലേക്ക് എത്താം. അവിടെ ഒരു റൂമുണ്ട്. അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങും. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഒരു വേലക്കാരി, പിന്നെ മെഡിസിൻ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് അവിടെ ആരെയും കണ്ടിട്ടില്ല. ഓ, ഉറപ്പാണോ? കഴിഞ്ഞ തവണ ഓടളക്കി ഇറങ്ങിയപ്പോഴേ ജസ്റ്റ് മിസ്സിനാ ആ തളർന്നു നടന്ന അമ്മച്ചിയുടെ ദേഹത്ത് വീഴാതെ. അത് നിനക്ക് നോക്കി ഇറങ്ങാൻ അറിയാത്തോണ്ടാ. ഇത് വാർത്ത വീടാ. പിന്നെ ഞാൻ പ്ലാനിട്ട് കയറിയ വീടുകളിൽ നിന്നും ഒരു വള്ളിയും കിട്ടിയിട്ടില്ല. ഇതോടാകുമ്പോ ഫണ്ട് തികയുണ്ടോ? നോക്കാം. ഇല്ലെങ്കിൽ 2 വീടും കൂടെ അങ്ങ് കയറും, അത്ര തന്നെ. 2 വീടോ? എന്നെ കൊണ്ടൊന്നും വയ്യേ. എന്നാ പിന്നെ നീ പഴയതുപോലെ കാറ്ററിങ്ങിനും പോയി PSC എഴുതി നടക്കടാ. ഓ, BCom കാരനായ നിനക്ക് ഡെലിവറി ബോയ് ആകാമെങ്കിൽ +2 കാരനായ എനിക്ക് കാറ്ററിങ്ങിനും പോവാം. അത് ആ പണി ചെയ്ത് കിട്ടിയത് തികയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയത്. എന്തേലും ആവട്ടെ. ഈ പാവമൊക്കെ എവിടെ കൊണ്ട് തീർക്കുന്നുണ്ടോ? എന്ത് പാവം? ഉള്ളവനെ കൊണ്ടേ ഇല്ലാത്തവന് ജീവിക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ ആരുടെ സ്വർണവും പണവും ഒന്നും മോഷ്ടിക്കുന്നില്ലല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ പണക്കാരാകുമ്പോൾ കുറച്ച് ചാരിറ്റി അങ്ങ് ചെയ്യും.
പിന്നെ കുറച്ച് ദേവാലയങ്ങൾക്ക് അങ്ങ് കൊടുക്കും. കൊന്നാ പാവം, തിന്നാ തീരുമെന്നാ. എങ്ങനെങ്കിലും വിസയ്ക്കുള്ള പൈസ കിട്ടിയിട്ട് വേണം ഒന്ന് ദുബായിലെത്താൻ. ദുബായി പോയി പണിയെടുത്തിട്ട് വേണം ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റാൻ. ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണം, ഒരു കാറ്, കല്യാണം. നമുക്കങ്ങ് സുഖിക്കണം. വരുവോ അടി, പെങ്കൊച്ചു മാത്രമുള്ള വീടാന്ന് പറഞ്ഞിട്ട് ബൈക്കൊക്കെ ഉണ്ടല്ലോ. പെങ്കൊച്ചിന്റെ ബൈക്ക് ഓടിച്ചൂടെ? എന്തേലും ആവട്ടെ. കുനി മോളിൽ കയറണല്ലോ. ഞാൻ കേറിട്ട് ഇനി വിളിച്ചേറ്റാ. ഏണി ഏണി ഏണി. ശബ്ദം ഉണ്ടാക്കല്ലേ. പോ. ഞാൻ ആദ്യം കയറാം. വേണ്ട, ഞാൻ കയറാം. പിടിച്ചോണേ. പെട്ടെന്ന് കേറാ. നോക്കി വാ. കേറ്. വാ കയറി വാ, കൈപ്പിടി. വാ പതി വാ. തുറന്നു കിടക്കുന്നു. താഴെ ഏണി തുറന്നും കിടക്കുന്നു. വരുത്തുപോക്കുണ്ട്. കേറ്. ചാരി, ഞാൻ കുറ്റിയിടും. മുങ്ങേ വാടാ. പതിയെ കുനിഞ്ഞു. ഇതും തുറന്നു നടക്കുന്നു. മുഖമ്പത്ത് ഇതും കൂടി നോക്കാണേ. എല്ലാ വീട്ടിലും ഇതേപോലെ ഓർമ്മ. എന്റെ ഫോണ് ഒട്ടന്മാരിത് എവിടെ കൊണ്ട് വെച്ച് എന്ത് പോയത് മക്കർക്കറിയാം. നാട്ടുകാരെ സാധനം മുഴുവൻ ഉണ്ട്.
എന്റെ സ്റ്റഫ് എവിടാ? സ്റ്റഫോ? നിന്റെ സ്റ്റഫൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അഴിച്ചു വിടറി. നീയൊക്കെ എന്റെ വീട്ടിൽ കയറി എടുത്തോണ്ട് എന്റെ സ്റ്റഫ് നട പട്ടികളെ. എടുത്തോണ്ട് പോയെന്നോ? നീയല്ലേ ബോധമില്ലാതെ തുള്ളി തുള്ളി ആണ്ടൊക്കെ എടുത്തത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. മര്യാദയ്ക്ക് എന്റെ സ്റ്റഫ് തിരിച്ചു തന്നോ. നിനക്കൊന്നും എന്റെ വാല്യൂ അറിയില്ല. ലക്ഷങ്ങൾ വിലയുള്ള മുതലാ, എനിക്കത് തിരിച്ച് കിട്ടിയേ പറ്റൂ. ലക്ഷങ്ങളോ? നിന്റെ ഫോണും കൊപ്പൊക്കെ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ വീട്ടിൽ കയറിയ തല്ലി നിനക്ക് ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, എന്നെ തല്ലിട്ടാ ഞാൻ തിരികെ തല്ലിയത്. നീയൊക്കെ എന്തൊരു മാസമായിരുന്നു. ഒരുത്തൻ മുളന്ന് ചാടുന്നു, ഒരുത്തൻ പുകച്ചുകൊണ്ട് വരുന്നു, പിന്നെ എങ്ങനെ തലാതിരിക്കും? അത് ശരി, നീയല്ലേ ആദ്യം ഒളിച്ച് നിന്ന് എന്റെ തലക്കടിച്ചത്. അഴിച്ചു വിടറി. അതെവിടാന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. നീയൊക്കെ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലേ എനിക്ക് എന്തും പറ്റും. എങ്കിൽ നീ ഇവനെ അങ്ങ് കൊല്ലടി. ആ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എടുത്തിട്ടില്ല. പൊട്ടന്മാര്. നീയൊക്കെ മോട്ടിച്ച സാധനം എവിടെ വെച്ചേക്കുന്നേ? ചാക്കില്. എന്നിട്ട് ആ ചാക്ക് എവിടെ? ഇവിടെ കട്ടിലിന്റെ അടിയില്. ഇതാണോ? മല്ലിപ്പൊടിയോ? ഇവക്ക് എന്തിനാ നമ്മുടെ മുളകൊടിയൊക്കെ? ഇവളി കല്ലുപ്പിന് വേണ്ടിയിട്ടാണോ ഇത്രയും ചവിട്ടി എവിടെയേ? പോന്നു. എടി എടി അഴിച്ചു വിട്ടിട്ട് പോടി. എടി കള്ളി അഴിച്ചു വിട്ടിട്ട് പോടി. ഏതാകരുത്. ഇത് പിടി. വെറുതെ ആലോചിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഇരിക്കുന്നതൊക്കെ പറക്കിയിട്ടിട്ട് നമുക്ക് നാട് വിടാം. നീ എന്തിനാ പേടിക്കുന്നേ? പിന്നെ പേടിക്കാതെ. ഇവിടെ സേഫാന്നാ വിചാരിച്ചത്. ആരാന്ന് പോലും അറിയാത്ത ഒരുത്തി ഇവിടെ കേറിയില്ലേ. അവള് ചില്ലറക്കാരി അല്ലടാ. അതാ ഞാനും ആലോചിക്കുന്നത്. ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞു കേട്ടില്ലേ? നമുക്കും വേണം ആ ലക്ഷങ്ങൾ. നിനക്ക് വയ്യടാ. ഇങ്ങനെ ചെറിയ മോഷണമൊക്കെ ചെയ്ത് നടന്നാ മതിയോ? അവളെ പിന്തുടർന്ന് അവള് ചെയ്യുന്ന പരിപാടി കണ്ടുപിടിച്ച് അത് നമ്മൾ ചെയ്യുന്നു. അവളെ അധോലോകം ഏതാണ്ടാണ്. ഉപ്പല് പോലിരിക്കുന്ന മയക്കുമരുന്ന് വെച്ച് കാശുണ്ടാക്കുന്നയാ. പോലീസ് പിടിച്ച അവളെ ഇറക്കാൻ ആളുണ്ട്. നമുക്കൊരു പട്ടികയില്ല, അറിയാലോ. എടാ, അത് ഉപ്പുകല്ലല്ല, MDMA. MDMAയോ? ആടാ, അതവൾ ഉപയോഗിക്കുന്നു, അത് വിൽക്കുന്നു. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അത് നമ്മൾ വിറ്റ് കാശുണ്ടാക്കും. പറയുന്നേ ഈ ജാമ്യം കിട്ടാത്ത പരിപാടിക്ക് ഞാനില്ല. എടാ, മയക്കുമരുന്ന് വിറ്റവരെ പിടിച്ചെന്ന് ന്യൂസിലെല്ലാം വരാറുണ്ട്. പിന്നീട് അതിനെപ്പറ്റി എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ഇല്ല. കാരണം ഇതൊരു വലിയ ശൃംഖലയാണ്. പെട്ടാൽ ഇറക്കാൻ ആളുണ്ടല്ലേ. ഇതൊക്കെ റിസ്കാടാ. എടാ, നമ്മൾ ഇത് സ്ഥിരമാക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് രക്ഷപ്പെടാനുള്ള കാശുണ്ടാക്കുന്നു, രക്ഷപ്പെടുന്നു, അത്ര തന്നെ. പക്ഷേ ഇതൊക്കെ തുടങ്ങണമെങ്കിൽ അവളെ പൊക്കണം. അവൾ ആരാണെന്നറിയണം. അവളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നറിയണം. ഞാൻ ഡേറ്റ ഇല്ലല്ലോ. No. എന്തിനാണ് ഇങ്ങനൊരു പബ്ലിക് പ്ലേസ്? സ്മൂത്ത് ഡീലിങ്ങിനും എൻ്റെ സേഫ്റ്റിക്കും ഇതുപോലൊരു പബ്ലിക് പ്ലേസ് ആണ് നല്ലത്. സേഫ്റ്റി? യെസ്, ഐ ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. ഓ, ഓക്കെ. അധികം സംസാരിക്കാണ്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഷുവർ. ഓക്കെ ദെൻ, ബൈ. ഹേ, വാട്ട്സ് യുവർ നെയിം? നിദാ ദാസ്.